കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കൊന്നു. പുതുപ്പള്ളി സ്വദേശി ആദർശാണ് മരിച്ചത്. പ്രതി അഭിജിത്തിനെ കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ഇരുവരും ലഹരി കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണ്. പുലർച്ചെ 3 മണിയോടെയാണ് അരുംകൊല. പ്രതിയായ അഭിജിത്തിന്റെ മാണിക്കുന്നത്തെ വീട്ടുമുറ്റത്തായിരുന്നു കത്തിക്കുത്ത്. 23 വയസ്സ് മാത്രമാണ് കൊല്ലപ്പെട്ട ആദർശിന്റെ പ്രായം. പ്രതിയുടെ സുഹൃത്തിന്റെ ബൈക്ക് ആദർശിന് പണയം നൽകിയിരുന്നു. 12,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. കഴിഞ്ഞ ദിവസം പണയത്തുക നൽകിയിട്ടും ബൈക്ക് തിരിച്ചു നൽകുവാൻ ആദർശ് തയ്യാറായില്ല. ഇതേ ചൊല്ലി ഇരുവരും ഫോണിലൂടെ തർക്കവും ഭീഷണിയും മുഴക്കി. പുലർച്ചെ ആദർശ് സുഹൃത്തിനെയും കൂട്ടി അഭിജിത്തിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടിപിടിയായി. തുടർന്ന് അഭിജിത്ത് കത്തിയെടുത്ത് ആദർശിനെ കുത്തി. നിലത്തിട്ട് പലതവണ കുത്തുന്നതും അഭിജിത്തിന്റെ അച്ഛൻ അനിൽകുമാറും അമ്മയും തടസ്സം പിടിക്കാനെത്തുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. CCTV ദൃശ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ഇവരെ പ്രതി ചേർക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ പയ്യൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്ത് നിരവധി കേസുകളിൽ നിലവിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അഭിജിത്തിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്താണ് കൊല നടത്താൻ കാരണം? എന്താണ് തർക്കമുണ്ടോ? സാമ്പത്തിക തർക്കമല്ലോ? കൊല്ലപ്പെട്ട ആദർശിനൊപ്പം എത്തിയ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യും. കുമാരനെല്ലൂരിൽ നായ്ക്കളെ കാവൽ നിർത്തി ലഹരി വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയാണ് ഒപ്പമെത്തിയ സുഹൃത്ത് റോബിൻ ജോർജ്. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.